ഗുഡ് മോർണിംഗ്. എജുബ്ലെറ്റ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ PYQ എക്കണോമിക്സിലെ PYQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മൾ PYQs ആണ് ചെയ്യുന്നത്. നമ്മൾ പാർട്ട് 1 നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത്, ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ലോക പരിസ്ഥിതി വികസന കമ്മീഷൻ്റെ റിപ്പോർട്ടായ നമ്മുടെ പൊതുഭാവി എന്നറിയപ്പെടുന്ന റിപ്പോർട്ടിൻ്റെ മറ്റൊരു പേര്, അതായത് അവർ കോമൺ ഫ്യൂച്ചർ, ദ റിപ്പോർട്ട് ഓഫ് ദി വേൾഡ് കമ്മീഷൻ ഓൺ എൻവിറോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ്, മറ്റൊരു പേരാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. അതായത് നമ്മൾ ബ്രെഡ്ലാൻഡ് റിപ്പോർട്ട് എന്ന് നമ്മൾ പറയും. ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് എന്നാണ് 1987 ഈ ഒരു റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് എന്താണ്? അവർ കോമൺ ഫ്യൂച്ചർ, നമ്മുടെ പൊതുഭാവി. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ നമ്മുടെ പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണല്ലോ, ലോക പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ച്. അപ്പം നമ്മുടെ ഒരു പൊതുഭാവിയാണ് എന്ത്, നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന, നമ്മളെ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോമൺ, അതായത് അവർ കോമൺ ഫ്യൂച്ചറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് 1987 വന്നിട്ടുള്ള റിപ്പോർട്ടാണ് ഇത് ബ്രെഡ്ലാൻഡ് കമ്മീഷൻ എന്ന്, അല്ലെങ്കിൽ ബ്രെഡ്ലാൻഡ് റിപ്പോർട്ട് പറയുന്നത്. ഇനി തൊട്ടടുത്ത ചോദ്യമാണ്, ലോക വ്യാപാര സംഘടന രൂപീകരിച്ച വർഷം. ഇൻ വിച്ച് ഇയർ ദ WTO, അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഫോമഡ്. അത് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് റിലേറ്റ് ചെയ്തിട്ട് ഒരു ചോദ്യം നമ്മൾ പാർട്ട് 1 പഠിച്ചിട്ടുണ്ട്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ 1990, അതേപോലെ 1992, 1995, 2000, അങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ നമ്മുടെ 1995 ആണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1995 ആണ്. ഓപ്ഷൻ സി ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു എന്ന് നമ്മൾ മുന്നത്തെ പാർട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ജനീവയിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി തൊട്ടടുത്ത ചോദ്യമാണ്, 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണെന്നാണ്. ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ് വിച്ച് ഹാസ് ദി ഹയസ്റ്റ് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ ആസ് പെർ 2011 സെൻസസ്. 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം, 4 സംസ്ഥാനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ബീഹാർ ഉണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, മഹാരാഷ്ട്ര ഉണ്ട്, അതേപോലെ തന്നെ ഉത്തർപ്രദേശ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കണം ഇവിടെ എന്താണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയിൽ, ഏറ്റവും ഉയർന്ന ജനസംഖ്യ കൂടുതലുള്ളത് ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഉത്തർപ്രദേശിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യ ഉള്ളത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതലുള്ളത്. ഏറ്റവും കുറവ്, അപ്പം നമ്മൾ കുറവും കൂടെ പഠിച്ചു വെക്കണമല്ലോ. ഏറ്റവും കൂടുതൽ അവിടെയാണെങ്കിൽ കുറവ് എവിടെയാണ്? നമ്മുടെ സിക്കിമിലാണ് ഏറ്റവും കുറവ് വരുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചത് ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് ചോദിച്ചത്. അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും ജനസാന്ദ്രതയുള്ള, അല്ലെങ്കിൽ ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി, ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ചോദിക്കാറുണ്ട്. ജനസാന്ദ്രത ഏറ്റവും കൂടുതലാണ്, ഉയർന്നത് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അതേതാണ്? നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ള, കൺഫ്യൂഷൻ ആക്കാൻ തന്നിട്ടുള്ള ബീഹാർ ആണെന്ത് നമ്മുടെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ജനസാന്ദ്രത എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു സ്ക്വയർ കിലോമീറ്ററിൽ എത്ര ആളുകൾ താമസിക്കുന്നു എന്നുള്ളതാണല്ലോ. അപ്പോൾ ബീഹാറാണ് എന്ത് ഏറ്റവും ജനസാന്ദ്രത കൂടിയത്. ഏറ്റവും ഇത് സംസ്ഥാനങ്ങൾ ചോദിച്ചാൽ നമുക്ക് ബീഹാർ പറയാം, പ്രദേശം ചോദിച്ചാൽ നമുക്ക് ഡൽഹിയാണ് കേട്ടോ പറയേണ്ടത്. ഇനി ജനസാന്ദ്രത ഏറ്റവും കുറവ് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരുണാചൽ പ്രദേശാണ് കേട്ടോ. അരുണാചൽ പ്രദേശ്. ഒരു ചോദ്യത്തിൽ നിന്ന് നമ്മൾ എത്ര ചോദ്യം പഠിച്ചു? 4 ചോദ്യങ്ങളായി നമ്മളിപ്പോൾ ഈ ഒരു ചോദ്യം വെച്ച് പഠിക്കുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത് ഉത്തർപ്രദേശ്, ഏറ്റവും കുറവ് ജനസംഖ്യയുള്ളത് സിക്കിം, ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളത്, ഉയർന്ന ജനസാന്ദ്രതയുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ബീഹാറാണ്. പ്രദേശമാണ് ചോദിച്ചതെങ്കിൽ ഡൽഹിയാണ്. ഇനി ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ളത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണ്? നമ്മുടെ അരുണാചൽ പ്രദേശാണ്. ഇനി അടുത്തത്, സുവർണ വിപ്ലവവുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഗോൾഡൻ റെവല്യൂഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ത്, കുറേ എണ്ണം കൊടുത്തിട്ടുണ്ട്. പെട്രോളിയം ഉണ്ട്, ഹോർട്ടിക്കൾച്ചർ ഉണ്ട്, ജൂട്ട് പ്രൊഡക്ഷൻ ഉണ്ട്, ഫിഷ് പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഗോൾഡൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് ഏതാണ്? നമുക്കറിയാം ഹോർട്ടിക്കൾച്ചറാണ്. നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഓരോ റെവല്യൂഷൻ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രീൻ റെവല്യൂഷൻ ഏതിനെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ, കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇനി വൈറ്റ് റെവല്യൂഷൻ അഥവാ ധവള വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? മിൽക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, പാലുമായി
ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതേപോലെ ബ്ലൂ റെവല്യൂഷൻ, നീല റെവല്യൂഷൻ എന്ന് പറയുന്നത് എന്തിന് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ഫിഷ്, മീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇത് ഏകദേശം ആ കളർ വെച്ച് നമുക്ക് ആലോചിച്ച് എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി അടുത്ത ചോദ്യമാണെന്ത്? താഴെ തന്നിട്ടുള്ളവയിൽ ഇന്ത്യയിലെ റിപ്പോ നിരക്ക് തീരുമാനിക്കുന്നത് ആരാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിറ്റർമിൻസ് ദി റിപ്പോ റേറ്റ് ഇൻ ഇന്ത്യ? അപ്പോൾ ഇത് നമ്മൾ മണി ആൻഡ് ബാങ്കിങ് എന്നുള്ള ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതായത് നമ്മൾ പഠിച്ച സമയത്ത് RBIക്ക് കുറേ ഫങ്ഷൻസ് ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലുള്ള ഒരു ഫങ്ഷനാണ് എന്ത്? നമ്മുടെ ക്രെഡിറ്റുകൾ അല്ലെങ്കിൽ ലോണുകളും മറ്റു കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? RBI ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ പഠിച്ച കാര്യമാണെന്ത്? റിപ്പോ റേറ്റ് എന്താണ്, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താണെന്നൊക്കെ നമ്മൾ അന്നപ്പോൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിയേ, ഏതായിരിക്കും നമുക്ക് ആൻസർ വരിക? റിപ്പോ റേറ്റ് ഇന്ത്യയിൽ തീരുമാനിക്കുന്നത് ആര്? ആ ഒരു ഫംഗ്ഷൻ നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. ഏതാണ്? നമുക്ക് RBI ആണ് എന്ന് നമുക്ക് പറയാം. കാരണം നമ്മുടെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അല്ല നമ്മുടെ റിപ്പോ റേറ്റ്, ഇന്ത്യയിൽ റിപ്പോ റേറ്റ് തീരുമാനിക്കുന്നത് IMF അല്ല. അതേപോലെ നബാർഡ് എന്ന് പറയുന്ന സമയത്ത് അതെന്താണ്? റൂറൽ ഡെവലപ്മെൻറ്റിന് പ്രാധാന്യം കൊടുക്കുന്ന ബാങ്കാണ്. അതും എന്തല്ല? നമുക്ക് അല്ല. പിന്നെ SBI ആയിരിക്കും? ഒരിക്കലും അല്ല അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI ആണ്. അപ്പോൾ നമുക്ക് ആ ഫങ്ഷൻസ് മണി ആൻഡ് ബാങ്കിങ്ങിൽ നമ്മൾ പഠിച്ച RBIൻ്റെ കുറച്ച് ഫങ്ഷൻസ് ഓർമ്മയുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് മനസ്സിലാക്കി ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളെ ചോദ്യം എന്ന് പറയുന്നത് 2011 സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ ലിംഗാനുപാതം ഏറ്റവും ഉയർന്നിരിക്കുന്ന സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം. അതായത് വിച്ച് സ്റ്റേറ്റ് ഹാസ് ദ ഹയസ്റ്റ് സെക്സ് റേഷ്യോ ഇൻ ഇന്ത്യ ആസ് പെർ സെൻസസ് 2011. അപ്പോൾ നമുക്കറിയാം ഏത് സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ ലിംഗാനുപാതം അല്ലെങ്കിൽ സെക്സ് റേഷ്യോ കൂടുതലുള്ളത്. നമുക്ക് ഈ ഒരു ഓപ്ഷൻസിൽ നിന്ന് നോക്കാം. നമുക്ക് തന്നിട്ടുള്ളത് തമിഴ്നാട് തന്നിട്ടുണ്ട്, ആന്ധ്രാപ്രദേശ് ഉണ്ട്, കേരളമുണ്ട്, പുതുച്ചേരി ഉണ്ട്. ഇങ്ങനെ ഈ ഒരു 4 ഓപ്ഷൻസാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഓപ്ഷൻ B ആണ്. അതായത് കേരളമാണെന്ത്? നമുക്ക് 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ലിംഗാനുപാതം ഏറ്റവും ഉയർന്നിരിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത്. അതായത് സെക്സ് റേഷ്യോ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഡെമോഗ്രഫിക് ട്രെൻഡിൻ്റെ ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകളുണ്ട് എന്നുള്ളതാണ് നമ്മൾ കണക്ക് നോക്കുന്നത്. അതായത് നമ്മുടെ കേരളത്തിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ എത്രയുണ്ട്? ഏകദേശം 1084 സ്ത്രീകളുണ്ട്. 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകളാണ് നമുക്കുള്ളത്. അതേപോലെ തന്നെ ഏറ്റവും കുറവ് സെക്സ് റേഷ്യോ, ലിംഗാനുപാതം എവിടെയാണെന്ന് ചോദിച്ചാൽ ലിംഗാനുപാതം എവിടെയാണെന്ന് നമുക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹരിയാനയിലാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ കേരളത്തിലാണെങ്കിൽ ഏറ്റവും കുറവ് ഹരിയാനയിലാണ്. അതായത് 879 സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. എത്ര പുരുഷന്മാർക്ക്? 1000 പുരുഷന്മാർക്ക്. അപ്പോൾ ഏറ്റവും കുറവ് ഹരിയാനയിലും ഏറ്റവും കൂടുതൽ നമ്മുടെ സ്വന്തം കേരളത്തിലുമാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? പറയാനായിട്ട് സാധിക്കും. ഇനി അടുത്തൊരു ചോദ്യമാണെന്ത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനം ഏതാണ് എന്നാണ് നമ്മുടെ ചോദ്യം. വിച്ച് ഈസ് ദ ഫോളോയിങ് ഇസ് എൻ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നമ്മുടെ ചോദ്യം. നമുക്കിവിടെ കുറച്ചെണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ RBI അല്ല എന്ന് നമുക്ക് അറിയാം അല്ലേ? RBI അല്ല, നമുക്ക് നമ്മുടെ സ്വന്തം ബാങ്കാണ്, ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കാണ്, RBI അല്ല. ദെൻ നമ്മുടെ ആൻസർ വരുന്നത് ഇവിടെ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അന്താരാഷ്ട്ര തലത്തിൽ നമുക്ക് ഇതൊന്നും അന്താരാഷ്ട്ര തലത്തിൽ നമുക്ക് അങ്ങനെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് പറയാൻ പറ്റുന്നതല്ല. നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് A ആണ്, IMF. അതായത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനം എന്ന് പറയുന്നത്. നമ്മൾ 1991 നമ്മുടെ റിഫോംസ് ഇന്ത്യയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു IMFും അതേപോലെ വേൾഡ് ബാങ്കൊക്കെ പറഞ്ഞ പ്രകാരമാണ് നമ്മൾ ആ ഒരു റിഫോംസ് എന്ത് ചെയ്യുന്നത് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ IMF ആണ്, അതായത് നമുക്ക് എന്തെങ്കിലും ഓരോ രാജ്യത്തിനും എന്തെങ്കിലും ഫിനാൻഷ്യലി അല്ലെങ്കിൽ ധനകാര്യ പ്രശ്നങ്ങൾ നേരിടുകയാണെന്നുണ്ടെങ്കിൽ IMF ആണ് എന്ത് ചെയ്യുന്നത്? സഹായിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഫാക്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മുടെ വാഷിങ്ടൺ DC-യിലാണ്. വാഷിങ്ടൺ DC-യിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്, ആസ്ഥാനം. വാഷിങ്ടൺ DC-യിലാണ്. ഇതിൽ ഏകദേശം 191 രാജ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? മെമ്പേഴ്സായിട്ട് ഉണ്ട്. അപ്പോൾ ഇത് എന്നാണ് ഫോം ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എന്നാണ് ഫോം ചെയ്തതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം 22 ജൂലൈ 19
1944. അതായത് ഏകദേശം 81 വർഷമായി എന്ത് ചെയ്തിട്ട് IMF രൂപപ്പെട്ടിട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിൻ്റെ പാരൻ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള UN ആണ്, യുണൈറ്റഡ് നേഷൻ ഐക്യരാഷ്ട്രസഭയാണെന്ത് ഇതിൻ്റെ ഒരു പാരൻ്റ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ IMF ആണ് നമ്മുടെ ഇപ്പം കൊടുത്തിട്ടുള്ള എക്സാമ്പിളിൽ ഒരു അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വാഷിങ്ടൺ DC-യിലാണ്. 191 രാജ്യങ്ങൾ അതിൽ മെമ്പേഴ്സാണ്. അപ്പോൾ ഇതെന്നാ ഫോം ചെയ്തത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1944 ജൂലൈ 22 അതേപോലെ തന്നെ ഇതിൻ്റെ പാരൻ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ UN ആണ്, ഐക്യരാഷ്ട്ര സഭയാണ്. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ധവള വിപ്ലവത്തിൻ്റെ ശില്പിയായി അറിയപ്പെടുന്നത് ആരാണ്? ഹൂ ഈസ് നോൺ ആസ് ദി ആർക്കിടെക്റ്റ് ഓഫ് വൈറ്റ് റെവല്യൂഷൻ അല്ലെങ്കിൽ ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ എന്നറിയപ്പെടുന്നത് ആരാണെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് ഇതിൽ ഓപ്ഷൻസിൽ MS സ്വാമിനാഥനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. MS സ്വാമിനാഥൻ ആരായിരുന്നു? MS സ്വാമിനാഥൻ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീൻ റെവല്യൂഷൻ അല്ലേ, നമുക്ക് ഹരിത വിപ്ലവത്തിൻ്റെ ഫാദർ ആണെന്നാണ് നമ്മളെ MS സ്വാമിനാഥൻ. പിന്നെ നമ്മുടെ ആൻസർ വരുന്നത് വൈറ്റ് റെവല്യൂഷൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ശില്പി എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യനാണ് നമ്മുടെ ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും കൂലി തൊഴിൽ പദ്ധതി തിരിച്ചറിയുക. ഐഡൻറ്റിഫൈ ദി വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം ഇൻ ദി ഫ്രം ദ ഫോളോയിങ്. അപ്പോൾ 4 പ്രോഗ്രാമുകൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അന്നപൂർണ്ണ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ മിഡ് ഡേ മീൽ സ്കീം, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, നാഷണൽ റൂറൽ ലിവ്ലിഹുഡ് മിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ മിഡ് ഡേ മീൽ സ്കീം, അന്നപൂർണ്ണ എന്നൊക്കെ പറയുന്നത് എന്തിനുള്ളതാണ്? നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ആ പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം. അപ്പോൾ ചോദ്യം എന്താ? വേജ് എംപ്ലോയ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മളോട് ചോദ്യം. അപ്പോൾ ഇതിൽ സിമ്പിളായിട്ട് ഇവിടെ ഒരു എംപ്ലോയ്മെൻ്റ് ഇല്ലേ, നമുക്ക് അങ്ങനെയും ആൻസറിലേക്ക് എത്താം. സിമ്പിളായിട്ട് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് എത്താം. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് ഏകദേശം വന്നിട്ടുള്ളത് 2005 ഇത് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ MGNREGA എന്നാണ് പറയുക. MGNREGA അതായത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. ഓക്കെ, 2000 ആക്ട് എന്നാണ് കേട്ടോ എന്ന് പറയുന്നത്. നമുക്ക് പ്രോഗ്രാമായിട്ടും പറയാം. 2005 ഇത് നിലവിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വർഷത്തിൽ 100 ദിവസം എന്ത് ചെയ്യും? ജോലി ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ തൊട്ട് കഴിഞ്ഞ വർഷം അതായത് 2025 എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൻ്റെ പേര് ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? മാറ്റിയിട്ടുണ്ട്. അതായത് ഗ്രാം ജി എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. അതായത് VB എന്ന് പറയുമ്പം വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ. അങ്ങനെ നമ്മുടെ MGNREGA പേര് മാറ്റി VB ഗ്രാംജി എന്നാക്കിയിട്ടുണ്ട്. 2025 ഇവിടെ 100 ദിവസമാണ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം പ്രകാരം 125 ദിവസം എന്ത് ചെയ്യുന്നുണ്ട്? ജോലി വാഗ്ദാനം അല്ലെങ്കിൽ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ കറൻ്റായിട്ട് നടന്നതുകൊണ്ട് തന്നെ 2025 നടന്നതുകൊണ്ട് തന്നെ വളരെ കറൻ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാവുന്നൊരു ചോദ്യമാണ്. ഇനി അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയുടെ 12ാം പഞ്ചവത്സര പദ്ധതി കാലയളവിനെ പ്രതിനിധീകരിക്കുന്നത് ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റഡ് ഇന്ത്യാസ് 12th 5-year പ്ലാൻ പീരീഡ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മൾ 5-year പ്ലാൻ്റെ കേസ് എടുത്ത് വരുന്ന സമയത്ത് നമുക്കറിയാം ചില വർഷങ്ങളിൽ പ്ലാനിങ് നടന്നിട്ടുള്ള പ്ലാൻ ഹോളിഡേയ്സ് ആയിട്ടുണ്ട് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇതിൽ നമ്മളോട് ചോദിച്ചത് ഏതാണ്? 12th 5-year പ്ലാൻ, 12ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയമാണ്, കാലയളവാണ് എന്ത് ചെയ്യുന്നത്? ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് വരുന്നത് അറിയാം ഏതാണ്? നമ്മുടെ ഓപ്ഷൻ B ആണ് നമ്മുടെ ആൻസർ. 2012 മുതൽ 2017 വരെയാണ് നമുക്ക് 12th 5-year പ്ലാനായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ സമയത്തെ അല്ലെങ്കിൽ ഫോക്കസ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവുമല്ലോ, എന്താണെന്ന് ചോദിച്ചാൽ ഫാസ്റ്റർ, മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ
സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്നുള്ളതായിരുന്നു. അതായത് നമുക്ക് വളരെ സ്പീഡിൽ എല്ലാ സെക്ടറിനെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ളൊരു സുസ്ഥിര വികസനത്തിനാണ് അന്ന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്കറിയാം പ്ലാനിംഗ് കമ്മീഷനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്കറിയാം. പക്ഷേ ഈ വർഷം ശ്രദ്ധിക്കണം, 2012 മുതൽ 2017 വരെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 2015 എന്ത് നിലവിൽ വന്നിട്ടുണ്ട്? നീതി ആയോഗ്. നമ്മൾ മുന്നേ മുന്നത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീതി ആയോഗ് ജാനുവരി 1 എന്ത് ചെയ്തിട്ടുണ്ട്? നിലവിൽ വന്നിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് ഇവരാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പ്ലാനിങ് നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് അറിയാം. ഇനി അടുത്തൊരു ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരം നിക്ഷേപങ്ങൾക്കാണ് വാണിജ്യ ബാങ്കുകൾ ഉയർന്ന പലിശ നൽകുന്നത്? അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ് ഡു കൊമേഴ്ഷ്യൽ ബാങ്ക് പ്രൊവൈഡ് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? അതായത് നമുക്ക് വാണിജ്യ ബാങ്കിനെ കുറിച്ച് മണി ആൻഡ് ബാങ്കിങ്ങിൽ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വ്യത്യസ്ത തരം നിക്ഷേപങ്ങൾ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? വാണിജ്യ ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ട് 4 ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മളോട് ചോദ്യം എന്താ? ഉയർന്ന പലിശ, അതായത് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന നിക്ഷേപം അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് സേവിങ് ഡെപ്പോസിറ്റ് ഉണ്ട്, കറണ്ട് ഡെപ്പോസിറ്റ് ഉണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, റെക്കറിങ് ഡെപ്പോസിറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഓരോന്നും എന്തായിരുന്നു ഓർമ്മയുണ്ടോ? അതായത് സേവിങ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്, ആളുകളിൽ സേവിങ് ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ സേവ് ചെയ്യുന്ന തരത്തിൽ, അതായത് നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതിൽ നിന്ന് ചെറുതായിട്ട് സേവ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് സേവിങ് ഡെപ്പോസിറ്റ്. കറണ്ട് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ആർക്ക് വേണ്ടി മാത്രമുള്ളതാണ്? ബിസിനസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആവശ്യമുള്ളതാണ്. കാരണം സേവിങ് ഡെപ്പോസിറ്റിൻ്റെ പ്രശ്നത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ ബാങ്കിനനുസരിച്ചും വ്യത്യാസപ്പെട്ട് കിടക്കുന്നുണ്ട്. അതായത് ചിലപ്പോൾ ഒരു മാസം ഇത്ര പൈസ മാത്രമേ പിൻവലിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത്ര പ്രാവശ്യം മാത്രമേ പൈസ പിൻവലിക്കാൻ പറ്റുന്ന ഓരോ ബാങ്കിനുണ്ട്. പക്ഷേ ബിസിനസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ദിവസം തന്നെ ഒരുപാട് ട്രാൻസാക്ഷൻസ് നടത്തേണ്ടി വരും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത് കറണ്ട് ഡെപ്പോസിറ്റ്. അതിന് പലിശ ഇല്ല, പലിശ തീരെ കൊടുക്കാത്തതാണ് ഇത് കറണ്ട് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇനി റെക്കറിങ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന സമയത്ത്, അതായത് നമ്മൾ ഒറ്റയടിക്ക് നമുക്ക് ഒരു വലിയൊരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് ഡെപ്പോസിറ്റ് നിക്ഷേപിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെൽ, അതായത് ഓരോ മാസവും, അതായത് നമ്മളൊരു 10 വർഷത്തേക്കാണ് എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു 5 വർഷത്തേക്കാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. എല്ലാ മാസവും നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫിക്സ്ഡ് എമൗണ്ട്, അതായത് ഒരു 10,000 രൂപയാണെന്ന് വിചാരിക്കുക. അങ്ങനെ നമ്മൾ 5 വർഷം തുടർച്ചയായിട്ട് ഓരോ മാസവും 10,000 ഒരു ഫിക്സ്ഡ് ഇൻ്റർവെല്ലിൽ നമ്മൾ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് ആവർത്തിച്ച് നമ്മൾ വലിയൊരു ഹ്യൂജ് നിക്ഷേപമാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ റെക്കറിങ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ആൻസർ എന്താ, അല്ലെങ്കിൽ ചോദ്യം എന്താ? ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തരുന്ന ഡെപ്പോസിറ്റ് നിക്ഷേപം ഏതാ? ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, സ്ഥിര നിക്ഷേപം. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അതായത് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആവുന്ന സമയത്ത്, FD ഇടുന്ന സമയത്ത് നമുക്കറിയാം ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തരും. എന്തുകൊണ്ടാണ് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തരുന്നതെന്ന് പറഞ്ഞത്? നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൽ നിന്ന് എടുത്തിട്ടാണ് ബാങ്ക് എന്ത് ചെയ്യുന്നത്, ലോണായിട്ട് കൊടുക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, ഒരു സ്ഥിര നിക്ഷേപം നമ്മളൊരു 10 വർഷത്തേക്ക് ഇട്ടാൽ പ്രത്യേകത എന്താ? നമ്മൾ ആ 10 വർഷം കഴിഞ്ഞിട്ടല്ലേ ആ 10 ലക്ഷം രൂപ ഇട്ടതെങ്കിൽ അത് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ 10 വർഷം അവർക്ക് ഇതെന്ത് ചെയ്യാം, ലോൺ കൊടുത്ത് ലാഭം നേടാനായിട്ട് സാധിക്കും. അപ്പോൾ ഏറ്റവും ഉയർന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന പലിശ തരുന്നത് സ്ഥിര നിക്ഷേപമായിരിക്കും അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിരിക്കും. പിന്നെ ഏറ്റവും കുറവ് കിട്ടുന്നത് സേവിങ്ങിനായിരിക്കും, കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും. കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ റെക്കറിങ് ഡെപ്പോസിറ്റിൻ്റെ കേസിൽ നമ്മൾ പലിശ നോക്കുകയാണെങ്കിൽ സേവിങ്ങിനേക്കാൾ കൂടുതലും ഫിക്സഡിനേക്കാൾ കുറവുമായിരിക്കും ഏതിന് കിട്ടുന്നത്, നമ്മുടെ റെക്കറിങ് ഡെപ്പോസിറ്റിന് കിട്ടുന്നത് നമുക്ക് അറിയാം. ഇനി അടുത്തൊരു ചോദ്യമാണെന്ത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാനവ വികസന സൂചിക അവതരിപ്പിച്ചത് ആര്? ഹൂ എമംഗ് ദ ഫോളോയിങ് ഇൻട്രൊഡ്യൂസ്ഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്? ആരാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൽ ഹാരോഡ് കൊടുത്തിട്ടുണ്ട്, മഹാലനോബിസ് കൊടുത്തിട്ടുണ്ട്, മോറിസ് കൊടുത്തിട്ടുണ്ട്, മെഹബൂബുൽ ഹക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഹാരോഡിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാരോഡിനെ നമുക്ക് കേട്ട് പരിചയം ഉണ്ടാവുക നമ്മുടെ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി, ഫസ്റ്റ് 5 ഇയർ പ്ലാന് ഈ ഒരു ഹാരോഡ് മോഡലിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പേര് അവിടെ വരുന്നതാണ്. ഇനി മഹാലനോബിസ് എന്ന് പറയുന്ന സമയത്ത് മഹാലനോബിസ് 2ാം പഞ്ചവത്സര പദ്ധതി, സെക്കൻഡ് 5 ഇയർ പ്ലാൻ്റെ ആർക്കിടെക്റ്റാണ് ആര്? PC മഹാലനോബിസ് എന്നറിയപ്പെടുന്നത്. ഇനി അടുത്തതാണ് മോറിസ് എന്ന് പറയുന്നത്. അദ്ദേഹം എന്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്? നമ്മൾ മോറിസ് PQLI, ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. PQLI കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. അതായത് മെഹബൂബുൽ ഹക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, HDI കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് നമുക്ക് അറിയാം. ഓക്കെ, അപ്പോൾ UNDP ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു HDI റിപ്പോർട്ട്
പബ്ലിഷ് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ മെഹബൂബുൽ ഹക്ക് അതേപോലെ തന്നെ ഇന്ത്യക്കാരനായിട്ടുള്ള അമർത്യ സെന്നും കൂടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, HDI ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് അറിയാം. അപ്പോൾ നമുക്ക് ഏകദേശം കുറേ ക്വസ്റ്റ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതെന്ത് ചെയ്യാം, തൊട്ടടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്